നമുക്ക് നല്ല അടിപൊളി കുമ്പിളപ്പവും ചക്ക അടയും ഉണ്ടാക്കിയാലോ. വെൽക്കം ടു ഓസം ലൈഫ്. ഇറ്റ്സ് മീ ഏഞ്ചൽ മോഹൻ. കഴിഞ്ഞ നമ്മുടെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ ചക്ക വരട്ടിയത് ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞു നമുക്ക് ഈ സൂക്ഷിച്ച് വെച്ച ചക്ക വരട്ടി കൊണ്ട് എന്തുണ്ടാക്കാം, ചക്ക വിഭവങ്ങൾ, ചക്കക്കടി, 4 മണി പലഹാരം പോലെ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് പോലെ കടികൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിരുന്നു. അതിനായിട്ട് നമ്മൾ ആദ്യം എടുക്കേണ്ടത്, നമ്മൾ നേരത്തെ വരട്ടി വെച്ച ചക്ക എടുക്കണം. അതിലേക്ക് അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത അരിപ്പൊടിയും ചക്ക വരട്ടിയതുമാണ്. അതിലേക്ക് കുറച്ച് തേങ്ങ ചിരകി നമ്മൾ ഇട്ട് കൊടുത്തു. അതിനുശേഷം നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കണം. ആ അരിപ്പൊടിയിലും ആ തേങ്ങ ചിരകിയതിലും നന്നായിട്ട് നമ്മുടെ ചക്ക വരട്ടിയത് മിക്സ് ആക്കണം. സൂപ്പറായിട്ട് കുഴഞ്ഞു വരണം. വെള്ളം കൂടാൻ പാടില്ല. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. ദാ ഇതുപോലെ. കാരണം നമ്മൾ വരട്ടി വെച്ച ചക്ക എന്ന് പറയുന്നത് കുറച്ച് കട്ടിയായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുമായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പതുക്കെ ഇതുപോലെ വെള്ളം ആഡ് ചെയ്യുക. ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം കൂടുതലായി കഴിഞ്ഞാലും പ്രശ്നമാണ്. മാവ് പോലെ ആകരുത്. നല്ല ടേസ്റ്റാട്ടോ സംഭവം. ആ ചക്കയുടെ എല്ലാ ടേസ്റ്റും നമുക്ക് ഈ കടിയിൽ കിട്ടും. കണ്ടോ, നമ്മൾ കുഴച്ച് ഏകദേശം നല്ല മാവ്, ഒരു പൊറാട്ടയ്ക്കൊക്കെ മാവ് കുഴക്കില്ലേ, അതുപോലെ നന്നായിട്ട് അരിപ്പൊടിയിൽ മിക്സായിട്ട് റെഡി ആയിരിക്കുന്നുണ്ട്. ഈ പരുവത്തിലാണ് നമുക്കിത് വേണ്ടത്. ഇനി നമുക്ക് വേണ്ടത്, ഈ കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇല വേണം. അപ്പം ഞാനൊന്ന് പുറത്ത് പോയി വാഴയില വെട്ടി അതിനി നമുക്ക് കഷ്ണമാക്കണം. അത് ഞാൻ കാണിച്ചു തരാം. ഈസിയാണ്. കണ്ടോ, ഇതുപോലെ ആ വാഴ ഇല നടുവിൽ നിന്നും ചീന്തി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ ഒരു മടക്കി വെക്കാൻ പാകത്തിനുള്ള ഒരു കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക. ഈ ഒരു വലുപ്പത്തിൽ മതി. ഓവർ വലുപ്പമാകാനും പാടില്ല, ഒത്തിരി ചെറുതാകാനും പാടില്ല. ഇലയൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കുക. അതോടൊപ്പം തന്നെ സെയിം റെസിപ്പിയിൽ നമ്മൾ ഒരു കുമ്പിളപ്പം എന്ന് പറയും. ഇത് തന്നെയാണ്, അത് വേറെ രൂപത്തിലാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഇല, മരത്തിൻ്റെ ഇല നമുക്ക് കിട്ടും കുമ്പിളപ്പം ഉണ്ടാക്കാനായിട്ട്. അത് നമ്മളെടുക്കുക. നമ്മുടെ സ്റ്റൗവ് കത്തിച്ചിട്ടുണ്ട്. 2 സ്റ്റൗവിലും 2 ഇഡ്ഡലി ചെമ്പ് വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് ആവി വരുന്ന ഒരു ഘട്ടമാകുമ്പോഴത്തേക്കും നമുക്ക് ഈ അട റെഡിയാക്കി എടുക്കണം. കണ്ടോ, വാഴയിലയിൽ നമ്മളൊരു കുറച്ച് മാവെടുത്ത് ഇതുപോലെ അടയുണ്ടാക്കുന്ന രീതിയിൽ ഇങ്ങനെ പരത്തി വയ്ക്കുക. പരത്തുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒന്ന് പറ്റിപ്പിടിച്ച് അത് ആ ഒരു ഷേപ്പ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ വെള്ളം കൂട്ടി പരത്തി കഴിഞ്ഞാൽ ക്ലീനായിട്ട് കിട്ടും. എല്ലാവിടെയും ഒരേപോലെ ആയിരിക്കണം. ചില സ്ഥലത്ത് കട്ടി കൂടിയും കുറഞ്ഞും ഇരിക്കാൻ പാടില്ല. കാര്യം ആവിയിൽ വേവുന്ന സമയത്ത് എല്ലാ ഭാഗത്തും ഒരേ തിക്നെസ് ആണെങ്കിൽ മാത്രമേ അത് ഭംഗിയായിട്ട് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ വാഴയിലയിൽ എടുക്കുന്ന ക്വാണ്ടിറ്റി ഒരേപോലെ ആകാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ആ വേവ് പ്രശ്നമാകും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതിലൊന്നും ഒരു റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. കണ്ടോ, ഇതുപോലെ നമ്മൾ പതുക്കെ പ്രസ് ചെയ്ത് ഒരേ യൂണിഫോമിറ്റിയിൽ മാവ് റെഡിയാക്കി ഇല അടച്ച് നമ്മളുടെ ഇഡ്ഡലി ചെമ്പിലേക്ക് വയ്ക്കുക. നമ്മൾ കുറച്ചൊക്കെ വെച്ച് വരുന്ന സമയത്ത് നമ്മൾ ആ വാഴ കട്ട് ചെയ്യുമ്പോൾ കിട്ടിയിട്ട് ആ തണ്ടില്ലേ, വാഴയിലയുടെ തണ്ട്, അത് ഇതുപോലെ കട്ട് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് വെച്ച് കൊടുക്കുക. എന്തിനാണെന്നറിയോ? തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇടയ്ക്ക് ആവി കയറില്ല. അപ്പോൾ ഒരു ചെറിയൊരു നുറുങ്ങാണ്. നമ്മൾ ഇതുപോലെ അതിൻ്റെ ഇടയ്ക്ക് ഈ തണ്ട് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ വേണം നമ്മൾ അടുക്കി വെക്കാൻ. ഏകദേശം ആവി വന്നു തുടങ്ങിയിട്ടുണ്ട്. വെള്ളം നന്നായി തിളച്ചു, മുകളിലേക്ക് ആവി പൊന്തി തുടങ്ങിയിട്ടുണ്ട്.
നമ്മൾ ഇനിയിപ്പോൾ ഇത് അടച്ചു വെക്കണം. അടച്ചു വെച്ച് അറൗണ്ട് ഒരു 15 മിനിറ്റ് ചൂടായാൽ മാത്രം മതി നമ്മുടെ പലഹാരം റെഡിയായി. അതിനു മുമ്പ് നമ്മൾ മറ്റൊരു ഇലയും കൂടെ ശേഖരിച്ച് വെച്ചിട്ടില്ലേ, അതിലും കൂടെ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മളുടെ മാവ് സെയിം തന്നെയാണ്, അതിൻ്റെ രൂപം മാറുന്നതേ ഉള്ളൂ. കുമ്പിളപ്പം എന്നാണ് നമ്മളിവിടെ പറയുന്നത് കേട്ടോ. കണ്ടോ, ഇതുപോലെ ഒരു ഉരുളയെടുത്ത് പ്രസ് ചെയ്ത് ആ ഇല ഇതുപോലെ ലോക്ക് ചെയ്ത് നമ്മളുടെ അടുപ്പിലിരിക്കുന്ന ഇഡ്ഡലി ചെമ്പിലേക്ക് വെച്ച് കൊടുക്കുക. എലമംഗലത്തിൻ്റെ ഇലയൊക്കെ പറ്റും കേട്ടോ. ആ മരത്തിൻ്റെ പേരാണ് എലമംഗലം. മരത്തിൻ്റെ ഇലയൊക്കെയാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. കാര്യം ആ ഇലയ്ക്ക് തന്നെ ഒരു മണമുണ്ട്. അത് ഭയങ്കര രസമാണ്. ഈ ഒരു മാവിൻ്റെ കൂടെ ചേരുമ്പോൾ അത് വേവുന്ന സമയത്ത് ആ മണവും ആ ടേസ്റ്റും കൂടെ നമ്മുടെ ആ പലഹാരത്തിന് കിട്ടും. സിമ്പിളാണ്. ഇതുപോലെ ഉരുട്ടുക, അതിനകത്ത് വെക്കുന്നു, ലോക്ക് ചെയ്യുന്നു, നമ്മളുടെ ഇഡ്ഡലി ചെമ്പിലേക്ക് വെക്കുന്നു. ചക്ക ആരോഗ്യത്തിന് എത്ര ഗുണമുള്ള സാധനമാണെന്നറിയോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ചക്ക പ്രിസർവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കാലാകാലം നമുക്ക് ആവശ്യമുള്ളപ്പോൾ കടികൾ ഉണ്ടാക്കാൻ സാധിക്കും. ഓൾ സെറ്റ്. ഇനി നമുക്കിത് വേവാൻ വയ്ക്കാം. കാണുമ്പോൾ തന്നെ തിന്നാൻ തോന്നില്ലേ? ഒന്ന് വെന്തോട്ടെ, നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. ഹായ്, അങ്ങനെ നമ്മൾ ചക്ക വരട്ടി വെല്ലമൊക്കെ ഇട്ടിട്ട് ആ പഴുത്ത ചക്ക നമ്മൾ വരട്ടിയെടുത്തു. അത് നമുക്ക് ഫ്യൂച്ചറിലേക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. സേവ് ചെയ്ത് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ചക്കക്കടിയൊക്കെ, ചക്ക കൊണ്ടുള്ള എന്താ പറയുക, പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. 4 മണി പലഹാരമൊക്കെ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം അങ്ങനെ നമ്മൾ 2 പലഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു പലഹാരം തന്നെ 2 ടൈപ്പിൽ, 2 മോഡലിൽ. അതിലൊന്നാണ് ചക്ക അട എന്ന് പറയുന്നത്. കണ്ടോ, ഇതാണ് ചക്ക അട. ചക്കയട പാകമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ കുമ്പിളപ്പം എന്ന് പറയും, ചക്കയപ്പം അല്ലേ, കുമ്പിളപ്പം. അങ്ങനെ ഇത് രണ്ടും ഒരേ സാധനം തന്നെ 2 മോഡലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഇപ്പം കഴിക്കാൻ റെഡിയായിട്ടുണ്ട്. ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അതിൻ്റെ ഫൈനൽ സ്റ്റേജാണിത്. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്താ അതി? അപ്പോൾ ഇത് ചക്ക അട ഞാനങ്ങ് പൊളിച്ചു. കണ്ടോ, നന്നായിട്ടില്ലേ? അതാ കഷ്ണം മുറിച്ചു. ഫസ്റ്റ് ആദ്യം, അടുത്തത് എനിക്ക് വേണ്ട. സൂപ്പറാട്ടോ, അടിപൊളി. വളരെ സിമ്പിളാണ്. നമ്മളൊക്കെ വിചാരിക്കും ഇങ്ങനെ ചക്ക വരട്ടിയെടുത്ത് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ച്, അല്ലെങ്കിൽ ആ സൂക്ഷിച്ചു വെച്ച ചക്ക വരട്ടിയത് കൊണ്ട് എങ്ങനെയാണ് പലഹാരം ഉണ്ടാക്കുക, അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ലേ എന്നൊക്കെയാണ് പൊതുവേ ഉള്ളൊരു ധാരണ. ഒന്നുമല്ല, വളരെ സിമ്പിളാണ്. നമ്മൾ കാണിച്ചിരിക്കുന്ന സെയിം മോഡൽ നിങ്ങൾ ഫോളോ ചെയ്യാം. നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. ഇനിയും പുതിയ വിഭവങ്ങൾ നമ്മുടെ ചാനലിലൂടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ യാത്രകൾ, ഒരുപാട് സ്ഥലങ്ങളൊക്കെ നമ്മളിതിലൂടെ കാണിക്കുന്നുണ്ട്. ഇപ്പം ലോക്ക്ഡൗൺ ആയതുകൊണ്ട് വീട്ടിലാണല്ലോ എല്ലാവരും. അപ്പം വീട്ടുകാർക്കും കൂടെ ഉപകാരപ്രദമായ ചില കാര്യങ്ങൾ നമ്മൾ കാണിക്കുന്നെന്നുള്ളൂ. ഇതൊക്കെ ഉണ്ടെങ്കിൽ ലൈഫ് എപ്പോഴും ഒരു ഓസമായിട്ടിരിക്കത്തുള്ളൂ. ശരിയല്ലേ? സോ ഇറ്റ്സ് മീ ഏഞ്ചൽ മോഹൻ ആൻഡ് മൈ ഡിയർ ആദി. We are signing off. Awesome life.